പള്ളിക്കാട്ടിലെ മതിലിന് ചാരെ നെഞ്ചുരുകുന്ന ഈ ഉമ്മയുടെ ചിത്രം വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. കൂട്ടുകാരുടെ മുമ്പിൽ ഒപ്പം നിൽക്കാൻ അവനൊരു ബൈക്ക് വേണമായിരുന്നു. മകന്റെ നിർബന്ധം സഹിക്ക വയ്യാതെ ഉമ്മ ബാപ്പയോട് കാര്യം അവതരിപ്പിച്ചു. അവനിപ്പോ തീരെ കുഞ്ഞല്ലല്ലോ, അവന്റെ കൂട്ടുകാർക്കൊക്കെ ബൈക്കുണ്ട്. വീട്ടുകാരാണ് അവർക്കൊക്കെ ബൈക്ക് വാങ്ങിക്കൊടുത്തതും. എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഒരു വണ്ടി ഇവിടെ ഉള്ള നല്ലതാ, അത് അത്യാവശ്യമാണ്. അങ്ങനെ ഗൾഫിലുള്ള ബാപ്പ അയച്ചു കൊടുത്ത പണം കൊണ്ട് മോൻ ഏറ്റവും പുതിയ മോഡൽ ബൈക്ക് തന്നെ വാങ്ങി. ഓരോ യാത്രയിലും ഉമ്മ മകനെ ഓർമ്മിപ്പിച്ചു, മോനെ പതുക്കെ പോണേ, സൂക്ഷിച്ചു പോണേ. പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയപ്പോൾ ഏറെ വൈകിയെങ്കിലും വീടും പറമ്പും വഴിയും നിറഞ്ഞ് ആളുകൾ കാത്തു നിന്നിരുന്നു. വെള്ളത്തുണിയിൽ 3 കെട്ടും കെട്ടി പൊതിഞ്ഞ് അവൻ്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയിലൊക്കെ അവൻ്റെ ചിരിക്കുന്ന ഫോട്ടോ വെച്ച ഫ്ലക്സുകൾ ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഇന്നാലില്ലാഹി കമൻറ്റുകൾ പെരുകിക്കൊണ്ടിരുന്നു. അപകടങ്ങൾ വീണ്ടും നടന്നു. അവനെ പലരും മറന്നു തുടങ്ങി. ആ ഉമ്മാക്കും ബാപ്പാക്കും ഏകമകനെ എങ്ങനെ മറക്കാൻ പറ്റും? പള്ളിക്കാട്ടിൽ വന്ന് അവൻ്റെ ഉമ്മ അവനോട് ഏറെ നേരം സംസാരിക്കും. പൊടിമീശക്ക് താഴെ ആ മരവിച്ച ചുണ്ടുകൾ മറുപടിക്കായി ചലിച്ചില്ല. എന്നേക്കുമായി തിരുമ്മി അടക്കപ്പെട്ട ആ കണ്ണുകൾ തുറന്ന് പൊന്നുമ്മയെ നോക്കിയതുമില്ല. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെയും വഹിച്ചു കൊണ്ടുപോകുന്ന ആ ബൈക്കിൻ്റെ വലിയ ടയർ 1/2 ഇഞ്ച് പോലും റോഡിൽ തൊടുന്നില്ല. വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നവരോട് മോർച്ചറിക്ക് മുന്നിൽ കാത്തിരിക്കാൻ പറയരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.